ഹലോ നമസ്കാരം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആലു മട്ടർ കറിയാണ്. ചപ്പാത്തിക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊരു കറിയായിട്ട് ഉണ്ടാക്കാൻ പോകണം. അത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാനത് ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 ഉരുളൻകിഴങ്ങ്, പിന്നെ ഒരു സവാള, പിന്നെ വെളുത്തുള്ളി, പിന്നെ തക്കാളിക്ക, പിന്നെ ഗ്രീൻ പീസ് ഉണ്ട്. ഫ്രോസൺ ഗ്രീൻ പീസായിട്ട് ഉപയോഗിക്കണം. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം. അപ്പോൾ നമ്മളിതെല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് വലിയ പീസായിട്ട് മുറിച്ചാലും കുഴപ്പമില്ല കേട്ടോ. തക്കാളിക്ക് ഇതുപോലെ കണ്ടോ വലിയ വലിയ പീസായിട്ട് അരിക്കണം. അതും പറ്റിയിട്ട് അരയ്ക്കാനുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ. അത് ഇച്ചിരി വലിയ പീസായിട്ട് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം. കുറച്ച് വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. ഇഷ്ടമുള്ളവർ ചേർക്കണം.
വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. നോർത്ത് ഇന്ത്യയിലൊന്നും ചിലർ ചേർക്കില്ല, ചിലർ ചേർക്കുള്ളൂ. ഫ്രോസൺ ഗ്രീൻ പീസ് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇതും നല്ലതാണ്, കുഴപ്പമില്ല. ഫ്രഷ് പോലെ തന്നെ ഇരിക്കുന്നുണ്ടോ. പിന്നെ ഫ്രഷ് തന്നെ സാധനം, കളറൊന്നും ചേർക്കുക ഒന്നും ചെയ്തിട്ടില്ല, നല്ല സാധനം. ഇതൊരു പ്രഷർ കുക്കറിലൊന്നും അടുപ്പത്തേക്ക് ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. ഒറ്റ വിസിൽ റെഡിയാവും. ആദ്യം പടം ഇത് ഉച്ചത്തേക്ക് ലഞ്ചിനുള്ള കറി കേട്ടോ. അല്ലെങ്കിൽ കേട്ടോ അത് ഒത്തിരി പടർന്നുണ്ട്. മുളക് പൊടി ഇട്ടാൽ
ഇടുന്ന ഈ ആവിയിലാണ് വേണ്ടത്, വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഈ പടവലങ്ങ ഇങ്ങനെ വെള്ളമൊക്കെ ഉള്ള സാധനം കറി വയ്ക്കുമ്പോൾ ഒരിക്കലും വെള്ളം ഒഴിക്കാൻ പാടില്ല, അപ്പോൾ അത് വെള്ളച്ചവ് വരും. ഇത് അങ്ങനെ ഇത് കിടന്ന് ഇങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഇത് മുറി നമുക്ക് ഇവിടുന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് വേറെ കറി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ആലും ഉരുളൻകിഴങ്ങും ഗ്രീൻ പീസും കൂടെ നമ്മൾ കറി വയ്ക്കണത്, ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കില്ല, നമ്മൾ വേറെ സൺഫ്ലവർ ഓയിൽ വേറെ ഏതെങ്കിലും ഓയിലോ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരു കറിയല്ല, വേറെ ഒരു കറിയാണ്. ഇതിപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചാൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കടുകെണ്ണ എന്ത് വേണേലും ഉപയോഗിക്കാം കേട്ടോ. വെള്ളം ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് വെളുത്തുള്ളിലേക്ക് കൊടുക്കാം. പെട്ടെന്ന് മൂക്കാൻ വേണ്ടി നമുക്ക് ശകലം ഉപ്പിട്ട് വെക്കാം. പിന്നെ ഈ കറിക്ക് കരിവേപ്പില ഉപയോഗിക്കില്ല കേട്ടോ. കറിവേപ്പില നോർത്തിൻ്റെയൊക്കെ കറിവേപ്പില ഉപയോഗിക്കാറില്ല, അവർ മല്ലിയിലയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് തക്കാളിക്കേക്ക് കൊടുക്കാം കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ തക്കാളിക്ക് പെട്ടെന്ന് വെന്തോളും. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്കിതിലേക്ക് മല്ലിപ്പൊടി മസാലകളൊക്കെ ചേർക്കാം. ഞാൻ ഇതിൽ ചേർക്കണ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഞാനിത് കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർക്കണം. അപ്പം നല്ല കളർ കിട്ടും. ഇതെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫാക്കി വയ്ക്കാം. തണുക്കാൻ വേണ്ടി തണുത്തിട്ട് നോക്കാമായിരിക്കും. നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് വാങ്ങി വെച്ചിട്ട് തണുക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് നമുക്ക് ചോറിനുള്ള ഒരു ചാറുകറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങയും ഇതുണ്ടോ ചെമ്മീനും കൂടെ കറി വയ്ക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. ഇത് ലഞ്ചിനുള്ള കറിയാണ്. ചെമ്മീൻ കറി, മാങ്ങയും ചെമ്മീനുണ്ടായിട്ട്. ആൾക്കാർ കുറവായ കാരണം കുറച്ച് കറിയേ വെക്കണുള്ളൂ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അതുകൊണ്ട്
കുറച്ച് കറി വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വെച്ച കറി നാളെ കൂട്ടാറില്ല, അപ്പോൾ പിന്നെ അത് വേസ്റ്റ് പോകും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കറികളൊന്നും കൂട്ടാറില്ല. കുറച്ച് ഇത് മേടിച്ച് വാങ്ങാനെല്ലാം നല്ല പുളിയുള്ള മാങ്ങ. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് മുറിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് ചെമ്മീൻ്റെ കൂടെ ഒന്നിച്ചിട്ട് വേവിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മുഴുത്ത കഷ്ണമാണെങ്കിൽ അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ചെറിയ ചെറിയ കഷ്ണമാക്കിയാൽ മാങ്ങ കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് വലിയ കഷ്ണമാക്കി മുറിക്കണം. ഇതുകൊണ്ട് ഇതുപോലെ വലിയ കഷ്ണം. നമ്മുടെ പടമില്ലെങ്കിൽ അത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ചെയ്യണ്ടോ. നന്നായിട്ട് വെന്തട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് അല്പം തേങ്ങ ചേർക്കാം കേട്ടോ. തേങ്ങ ചതക്കണമെന്നില്ല, ചുമ്മാ ഇടുന്നേ ഉള്ളൂ. സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം. ഒന്നുകൂടെ ഒന്ന് ആവി കയറട്ടെ കേട്ടോ. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ആവി കയറി കഴിയുമ്പോൾ അത് വരും. അപ്പം നമ്മുടെ പടവലങ്ങാത്തോരം എന്തുകൊണ്ടാ പടവലങ്ങാത്തോരം റെഡിയായി കഴിഞ്ഞു കേട്ടോ. അത്രേ ഉള്ളൂ. ഒട്ടും വെള്ളം ഒഴിക്കണ്ട. ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ അതിന് വെള്ളം ഇറങ്ങണം. അതെന്തോ വെള്ളം ഒഴിച്ചാൽ പിന്നെ രുചി ഉണ്ടാവില്ല. പിന്നെ ഇത് ഞാനിപ്പോൾ പറമ്പിൽ ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്നേയുള്ളൂ. അപ്പോൾ നല്ല ഫ്രഷ് സാധനം കൂടെ ആകുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ ഉണ്ടോ നന്നായിട്ട് വെന്ത് വേണ്ടോ. അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ ഇച്ചിരി ചെമ്മീൻ കറി വെക്കണം. മാങ്ങയുടെ കറി വെക്കാം കേട്ടോ. ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് മാങ്ങ ഇടാം. ഒരു 200 ഗ്രാം ചെമ്മീനല്ലേക്ക് ഒരു മാങ്ങ ഇട്ടോ. പുളിയുള്ള മാങ്ങ പല്ല് വേവിച്ചെടുക്കുക. ഭയങ്കര രുചിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ കറിക്കുള്ള അരപ്പ് ശരിയാക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലെടുക്കാൻ മടി കാരണം കേട്ടോ തേങ്ങ അരക്കണേ. കുറച്ച് തേങ്ങ എടുക്കുന്നുള്ളൂ. ഇതുണ്ട് ഇച്ചിരി. പിന്നെ അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി. ഈ അരപ്പിൻ്റെ കൂടെ ഇങ്ങനെ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. പിന്നെ ശകലം എന്താ ശകലം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ടോ. കുറച്ച് മതി. ഒത്തിരി മല്ലിപ്പൊടി ചേർത്താൽ മല്ലിപ്പൊടിയുടെ ചുവ കയറി വരും. അപ്പോൾ അതിൻ്റെ ഒരു ശകലം പേര് മിക്സ്. പിന്നെ ഞാൻ കുറച്ച് എരിവുള്ള മുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു സ്പൂൺ കാശ്മീരി മുളകും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നല്ല കളറും ഉണ്ടാവും. ചാറിന് നല്ല കൂടുതലുണ്ട്. ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ. പിന്നെ നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരയ്ക്കാം. അല്ല അപ്പോൾ നമ്മൾ ചെയ്യണ്ട. അരപ്പ് റെഡി ആയിട്ടുണ്ടല്ലോ. ആ കാശ്മീരി മുളക് അരച്ചാൽ നല്ല ചുമന്ന കളറിൽ വന്നിട്ടുണ്ട്.
ചെമ്മീൻ വേവില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് മാങ്ങയുടെ വേവ് നോക്കിയാൽ മതി. ചെമ്മീൻ പെട്ടെന്നൊന്നും വേവുന്ന സാധനമില്ല. അപ്പോൾ അതുകൊണ്ട് മാങ്ങ വേവുമ്പോൾ ചെമ്മീനും വെന്തുണ്ട്, അത്ര മതി. കൂടുതൽ വേവിക്കണം. കൂടുതൽ ചെമ്മീൻ വെച്ചാൽ റബ്ബർ പോലെ ആയിരിക്കും. മാങ്ങ വേണേ ഒപ്പം തന്നെ ചെമ്മീനും വെന്തുള്ളൂ കേട്ടോ. അപ്പോൾ ചെമ്മീൻ തേണ്ട വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. ഒത്തിരി ചാറുണ്ടാക്കുന്നില്ല, അത് കുറച്ച് കുറിയ നല്ലൊരു ചാറാകുമ്പോൾ നല്ലതായിരിക്കും. ഇതിലേക്ക് ആകുമ്പോൾ ഉപ്പൊക്കെ പാകണമെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ. ശകലം ഉപ്പ് വേണം. പിന്നെ കറിവേപ്പില നമ്മൾ ഇപ്പോഴാണ് ചേർക്കാവുള്ളൂ. കറിവേപ്പില ആദ്യം ചേർക്കരുത്. കറിവേപ്പില ആദ്യം ചേർക്കാമെന്ന് വെച്ചാൽ ആ കറിയുടെ മണം, കറിവേപ്പിലയുടെ മണമൊക്കെ പോകും. ഇപ്പം ഒന്ന് ചേർക്കുകയാണെങ്കിൽ നല്ല മണം ഉണ്ടാവും. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം. നോക്കി എന്ത് കളറാന്ന് നോക്കിയാൽ നമ്മൾ ആ കാശ്മീരി മുളക് പൊടി ഇട്ടാണ്. കാശ്മീരി മുളക് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൊടിച്ചത് കേട്ടോ. നമ്മൾ പൊടി വാങ്ങിച്ചാൽ ഇത്രയും കളർ കിട്ടില്ല. നല്ല ചുമന്ന കളർ തോന്നുന്നുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഞാനൊരു 5-6 ഉലുവയും കൂടെ ഇട്ടുണ്ട്. അപ്പോൾ ഉലുവയും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് ഉലുവ ഇടാവുള്ളൂ, ഒരു കയ്പ്പ് വരും. ചെമ്മീനും മാങ്ങ വയ്ക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നല്ല കുറേ ചാറോടുകൂടി വെക്കുകയാണെങ്കിൽ നല്ലതാക്കാം. അങ്ങനെ വെച്ചാൽ നല്ലത്. പിന്നെ നമ്മൾ ഈ കുത്തരി വയ്ക്കുമ്പോൾ ചാറ് കുറച്ച് കുറിയതാണ് നല്ലതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അതിനകത്ത് ചോറിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പച്ചരിയൊക്കെ വയ്ക്കുവാണെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള ചാറ് നല്ലതാണ്. കാരണം വെച്ചാൽ കുറച്ചുകൂടെ ചാറിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ വീട്ടിലേക്ക് വെക്കണ കാരണം കൊണ്ട് അത് വെള്ളത്തിലിട്ടല്ലേ വേവിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചാറിന് കുറച്ച് കുറിയ ചാറാണെങ്കിലും നല്ലതാണ്. മറ്റേ നമ്മൾ പച്ചരി വെള്ളം പറ്റിച്ചെടുക്കണതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കരിയാപ്പില ഇടാം.
എല്ലാം മൂത്തിട്ടുണ്ട്. നമ്മുടെ ഭംഗിയുള്ള കറി റെഡി ആയി കഴിഞ്ഞു. ഇത് കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളിത് മൂടി വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ മണം പുറത്തേക്ക് പോകും. അതുകൊണ്ട് അപ്പം തന്നെ മൂടി വെച്ചാളണം. എന്നാലാണ് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ചാറയിലേക്കൊക്കെ ആ മണം പിടിക്കുകയുള്ളൂ. അതുകൊണ്ടാട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറെടുക്കാം. മിക്സി ജാറിൽ നമ്മളിത് കണ്ട ഉള്ളി സവാളയൊക്കെ കിടന്ന് നമ്മൾ ഗ്രീൻ പീസും ഉരുളങ്കിഴങ്ങും കറി വയ്ക്കാൻ വേണ്ടി വഴറ്റി വെച്ചായിരുന്നല്ലോ. അതിപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് തണുക്കാൻ വെച്ച സമയം കൊണ്ട് നമ്മൾ വേറെ കറി ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ വീട്ടിൽ. അതിന് വേണ്ടിയിട്ടാട്ടോ. ഇത് ഓരോന്നേരം ഉണ്ടാക്കാനിരുന്ന വൈകുന്നേരം ആയാലും പണി തീരുകയില്ല. പിന്നെ നമുക്ക് അടുക്കള ക്ലീൻ ആക്കാനും പറ്റില്ല. ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പണിയൊക്കെ തീരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടുക്കള ക്ലീനാക്കി വെച്ചാൽ പിന്നെ അടുക്കള നീറ്റായിട്ടിരുന്നു. പിന്നെ വെള്ളമൊന്നും ചേർക്കണില്ല. വെള്ളം ചേർക്കാതെ തന്നെ വേണം കേട്ടോ അരയ്ക്കാൻ. വെള്ളം ചേർക്കാൻ പാടില്ല. കണ്ടോ, വെള്ളം ചേർക്കാതെ തന്നെ വേണ്ട. നന്നായിട്ട് അരച്ചിട്ടു. നമുക്കിത് കറി ഉണ്ടാക്കാം. ഈ ചട്ടി തന്നെ വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ആ ഉള്ളിയൊക്കെ വട്ടി ചട്ടി തന്നെ വെച്ചാൽ മതി. വേറെ ചട്ടി വെക്കണമെന്നില്ല. വേണമെങ്കിൽ വെക്കാം. ഇത് തന്നെ വെച്ചാൽ ഞാനിപ്പോൾ ഇത് തന്നെ വെക്കണം. പിന്നെ ഇതിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ. പിന്നെ ഇതിന് വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ കടുക് ഉപയോഗിക്കില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കണം ജീരകം കേട്ടോ. കടുക് ഉപയോഗിക്കില്ല. നോർത്ത് ഇന്ത്യൻ കറികൾക്കൊന്നും കടുകില്ല. അവർ കറികൾക്കെല്ലാം കടുകെണ്ണ ഉപയോഗിക്കും. പക്ഷേ അവരൊരു കറിക്കും നമ്മൾ ഉപയോഗിക്കുന്ന പോലെ കടുക് ഉപയോഗിക്കാറില്ല. കടുകെണ്ണയാണ് അത് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ കാലമായിട്ടുണ്ട്. ജീരകമൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പിന്നെ അവർ കറിവേപ്പില ഉപയോഗിക്കില്ല. നമുക്ക് ഇതിലേക്ക് ഇന്ന് ഡയറക്റ്റ് ഇളക്കി അതിൻ്റെ എണ്ണ തെളിഞ്ഞു വേണം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് അത് ഇന്നത്തെ നാട്ടിലാണ് അതിൻ്റെ സാധാരണ വെള്ളം തക്കാളിക്കലൊക്കെ വെള്ളം പറ്റിയിട്ട് അത് എണ്ണ ശരിക്കും തെളിഞ്ഞു വരണം. നോക്കി പാത്രം കൂടെ കഴുകി ഒഴിച്ചു. ഇപ്പം മൂത്തപ്പോൾ ഇനിയിട്ടത് കഴുകി വെള്ളം ഒഴിക്കാം. ഭയങ്കര ടേസ്റ്റുള്ള കറി കേട്ടോ. നമുക്കൊന്ന് മൂടി വയ്ക്കാം. എണ്ണയൊക്കെ ഒന്ന് തെളിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു അല്പം ജീരകപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. ഈ നോർത്ത് ഇന്ത്യൻ കറികൾക്കെല്ലാം ജീരകത്തിൻ്റെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കുന്നത്.
നമുക്ക് അല്പം ഗരം മസാല ചേർക്കാം. മസാലയായിട്ടൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ വേവിച്ച് വെച്ചേക്കണേ നമ്മൾ വേവിച്ച് വെച്ചേക്കണേ മട്ടറും കേട്ടോ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കേട്ടോ. ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കും. ചപ്പാത്തി, നാൻ, റൊട്ടി ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഒരു ബ്രെഡ് വാങ്ങിച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ഉള്ള കറിയാണ്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇരുപതൊക്കെ മസാലയൊക്കെ പാകണം നോക്കട്ടോ. ഞാൻ ആ ഉള്ളി വട്ടിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നത് അതുകൊണ്ട് നമുക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില ഇത് ഞാനിപ്പം മൈസൂർ മല്ലി എന്ന് പറഞ്ഞ ഈ സാധനമൊക്കെ ചേർക്കണേ. ഞാനിങ്ങനെ വലുതായിട്ട് ഇടണേ. കഴിക്കുമ്പോൾ വേണ്ടാത്തൊക്കെ എടുത്ത് കളയാം, വേണ്ടതൊക്കെ ഇടാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എന്താ മട്ടർ പനീർ കറി റെഡിയായി കഴിഞ്ഞു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ് വെച്ചത്. എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് നോർത്ത് ഇന്ത്യക്കാരുടെ കറികളെല്ലാം. നമുക്കിനി ഇത് വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ കറികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കണ്ടോ 3 കറികൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു ചപ്പാത്തിയുടെ കറി, ഒരു ചോറിനുള്ള ഒരു ഒഴിച്ചുകറി, ഒരു തോരനും ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നമ്മൾ ആകെ ഞാനൊരു 30 മിനിറ്റേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത്രയും കറി ഉണ്ടാക്കുന്നത്. 30 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. 30 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത്രയും കറികൾ ഉണ്ടാക്കി. അതിൻ്റെ ഓരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച കാരണം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ അടുക്കളയിൽ പണി തീരില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അവിടെ പണി പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ വലത്തെ കഴിഞ്ഞു, പിന്നെ ഉച്ചത്തി ഉണ്ടാക്കി ഇപ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടില്ല. ഇത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇതിന് ബ്രേക്ക്ഫാസ്റ്റും ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞു, പിന്നെ ചോറും ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഇപ്പം ഇനി എനിക്ക് ഉച്ചവരെ പണിയൊന്നുമില്ല. പിന്നെ ക്ലീനിങ് വീട്ടിലെ പണികളൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് 3 കറി, ചെമ്മീൻ മാങ്ങാക്കറി, പിന്നെ ആലു മട്ടർ, പടവലങ്ങ തോരൻ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.